വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 വാട്ടർ എ പ്രഷ്യസ് ഗിഫ്റ്റ് എന്നുള്ളതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. Water is a gift that falls from the sky. This gift reaches our home in special ways. നമ്മൾ പാർട്ട് 1 മുന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാ പറഞ്ഞേ? മഴ പെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. മഴ പെയ്തിട്ട് അത് ഭൂമിയിലെത്തിയ ഗ്രൗണ്ടിൽ എത്തിയാൽ എന്താണ് വെള്ളത്തിന് സംഭവിക്കുന്നത്, അല്ലെ? റെയിൻ വാട്ടറിന് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾക്ക് മഴ പെയ്യുമ്പോൾ നമ്മൾ നല്ല മഴയൊക്കെ കൊള്ളാതെ സുഖമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാറുണ്ട് അല്ലേ? വീടിന്റെ ഉള്ളിൽ മഴ പെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ എന്നാലും നിങ്ങൾക്ക് എപ്പോഴും മഴയൊന്നും പെയ്യില്ല അല്ലേ? അങ്ങനെയല്ലേ? എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുവോ? പക്ഷെ എന്നാലും വീടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വെള്ളം കിട്ടുന്നുണ്ട് അല്ലേ? എങ്ങനെയാ വെള്ളം കിട്ടുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാ വെള്ളം കിട്ടുന്നത്? വീടിന്റെ ഉള്ളിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ എങ്ങനെയാ വെള്ളം കിട്ടാറ്? പൈപ്പ് തുറന്നാ അല്ലേ? പൈപ്പ് തുറന്നാ അപ്പോൾ വെള്ളം വരാറുണ്ടല്ലേ? എങ്ങനെയാ എപ്പോഴും പൈപ്പ് തുറന്നാല് നമുക്ക് എപ്പോഴും വെള്ളം കിട്ടുന്നത് എങ്ങനെയാ? നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പൈപ്പിൽ വെള്ളം വരുന്നത് എന്ന്? ഇവിടെ ഒരു കുഞ്ഞു സ്റ്റോറി പോലെ പറയുന്നുണ്ട്. How do we care for this gift? How do we store it? What do we do with it? Let us go indoors and find out. On most days, Surya and Bharka get water from the taps at home. At school too, they get water from tap. നിങ്ങളെ പോലെ തന്നെ സൂര്യക്കും ബർക്ക ഈ രണ്ട് കുട്ടികൾക്കും വീട്ടിലും സ്കൂളിലും ഒക്കെ എവിടുന്നാണ് വെള്ളം കിട്ടാറ്? ടാപ്പുകളിൽ നിന്നാണ് വെള്ളം കിട്ടാറ്. All these taps get water through pipes. From where does the water comes into these pipes? അവർക്കും ആകെ ആശ്ചര്യമായി. എങ്ങനെയാണ് ഈ പൈപ്പിൽ വെള്ളം വരുന്നത് അവർ ചിന്തിക്കാൻ തുടങ്ങി. Surya and Bharka followed the pipes and found that there was a tank on the roof. സൂര്യയും ബർക്കയും എന്ത് ചെയ്തു? എന്ത് ചെയ്ത? പൈപ്പിൽ ഇങ്ങനെ വെള്ളം കിട്ടുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് പൈപ്പിൽ വെള്ളം വരുന്നത്. അവരെന്ത് ചെയ്തു? അതിന് പിന്നാലെ ഒബ്സർവ് ചെയ്ത് പോയപ്പോഴാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ വാളിനോട് ചേർന്നിട്ട് അല്ലേ? നിങ്ങളും കണ്ടിട്ടില്ലേ വീട്ടിലും സ്കൂളിലൊക്കെ ഇങ്ങനെ ചുമരിനോട് ചേർന്നിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ വലിയ പൈപ്പ് പോകുന്നത് കാണാം അല്ലേ? നിങ്ങൾ എടുക്കുന്ന ടാപ്പിനോട് കണക്ട് ചെയ്തിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ആ പൈപ്പ് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി നോക്കൂ. അങ്ങനെ പോയി എങ്ങോട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്? ഒരു വാട്ടർ ടാങ്കിലേക്കാണ് കണക്ട് ചെയ്യുന്നതെന്ന് അങ്ങനെ ബർക്കയും സൂര്യയും കണ്ടുപിടിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ ടാങ്കിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? വെള്ളം കിട്ടുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവർ ചിന്തിച്ചത് ഈ ടാങ്കിൽ നിന്നാണ് മനസ്സിലായി ഈ ടാങ്കിലേക്ക് എങ്ങനെയാണ് വെള്ളം വരുന്നത്? മഴ പെയ്തിട്ടാണോ അതോ വേറെ എവിടെ നിന്നെങ്കിലും ആണോ വെള്ളം വരുന്നത്? അവര് അന്വേഷിച്ചു പോവാണ്. അപ്പൊ നിങ്ങള് സ്കൂളിലോ വീട്ടിലോ ഒക്കെ ടാങ്കിലേക്ക് എങ്ങനെയാണ് വെള്ളം വരുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും നോക്കി നോക്കൂ. ഓരോരുത്തരുടെ വീട്ടിലും ഓരോ പോലെ ആയിരിക്കും. ചിലവർക്ക് എങ്ങനെയായിരിക്കും? വലിയ കിണറുകളായിരിക്കും മുറ്റത്തോ അല്ലെ തൊടിയിലോ ഒക്കെ ആയിട്ട് കിണറുകൾ ഉണ്ടായിരിക്കും. ആ വലിയ കിണറുകളിൽ നിന്നും പൈപ്പ് വഴി മോട്ടർ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? കിണറിന്റെ ഉള്ളിലേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ടാവും. ആ പൈപ്പ് വഴി എന്ത് ചെയ്യും? വെള്ളം വലിച്ചെടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ വെള്ളം ആ പൈപ്പ് വഴി വലിച്ചെടുത്ത് ടാങ്കിലെത്തിക്കും. എങ്ങനെയായിരിക്കാം? ബോർവെല്ലിൽ നിന്നായിരിക്കും അല്ലെ? കുഴൽ കിണർ എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്? ആ കുഴൽ കിണറിൽ നിന്ന് ഉള്ളിലേക്ക് പൈപ്പ് ഇറക്കി നമ്മൾ മോട്ടർ അടിച്ച് എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ ടാങ്കിലേക്ക് പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ട് ഇറക്കും. ചിലവർക്ക് എങ്ങനെയായിരിക്കാം? പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ നിങ്ങൾ ഏത് ഇതിലാണോ ഉൾപ്പെടുന്നത് അവര് വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. കോർപ്പറേഷൻ വാട്ടർ എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ വഴി തന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ടാപ്പ് വഴി വെള്ളം എത്തിക്കും. ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യും? ടാങ്കിലേക്ക് പൈപ്പ് വഴി കണക്ട് ചെയ്യും അല്ലെ? അവർക്ക് എവിടുന്ന ഈ കോർപ്പറേഷൻ വാട്ടർ ഒക്കെ ലഭിക്കുന്നത്? നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള റിവറിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യും? വെള്ളം
കളക്ട് ചെയ്ത് അത് ശുദ്ധീകരിച്ച് ക്ലോറിനേഷൻ ചെയ്ത് പറ്റുന്ന രീതിയിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് പൈപ്പ് ലൈൻ വഴി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക കേട്ടോ. സൂര്യ ആൻഡ് ബർക്ക followed the pipes and found that there was a tank on the roof. ഇങ്ങനെയാണ് വെള്ളം വരുന്നതെന്ന് അവരും അന്വേഷിച്ച് പോവുകയാണ് അല്ലേ. Where do you get water from? നിങ്ങൾക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? Do you get water from a tap? നിങ്ങൾക്ക് ടാപ്പിൽ നിന്നാണോ വെള്ളം കിട്ടുന്നത്? If yes, ask the elders in your home from where the water comes into the tap. നിങ്ങൾ നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിച്ച് നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം കേട്ടോ. കിണറൊക്കെ നോക്കാൻ കിണറിലൊക്കെ എന്നാണോ എന്നൊക്കെ നോക്കാൻ പോകുമ്പോൾ എൽഡേഴ്സിന്റെ കൂടെ പോകുന്ന ആരും കിണറിലൊന്നും എത്തി നോക്കൊന്നും ചെയ്യരുത്, തനിയെ പോവൊന്നും ചെയ്യരുത് കേട്ടോ കിണറിന്റെ അടുത്തേക്കൊന്നും. They may tell you about a tank high up on the terrace or some distance away. അല്ലെ, നിങ്ങൾ അതുപോലെ തന്നെ വലിയ വലിയ ടാങ്കുകൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ കോർപ്പറേഷൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ റോഡിലൂടെയോ ഒക്കെ കാറിലോ ഇല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും വലിയ ടാങ്കുകൾ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ടാങ്കിൽ വെള്ളം നിറച്ച് അവർ ശുദ്ധീകരിച്ചിട്ടൊക്കെയാണ് നമ്മളെ വീടുകളിലേക്ക് എല്ലാം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Did you find out about any tanks where the water is stored? How did the water reach those tanks? നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ് ആ വെള്ളമൊക്കെ എത്തുന്നത് നമ്മൾ പറഞ്ഞില്ലേ. റിവറിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ആ വെള്ളം അവിടെ ശുദ്ധീകരിച്ച് എത്തുന്നത്. Are there some bigger pipes which bring the water to this tank? Do you get water from a well or a borewell? നിങ്ങൾക്ക് എവിടുന്നാ വെള്ളം കിട്ടുന്നത്? വെല്ലിൽ നിന്നാണോ, കിണറിൽ നിന്നാണോ, അതോ ബോർവെല്ലിൽ നിന്നാണോ? Observe how water is drawn from the well. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നതൊക്കെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ. It could be using a pulley or a hand pump or an electric pump. അല്ലെ, ഒന്നുകിൽ ഒരു ഇലക്ട്രിക് പമ്പോ ഇല്ലെങ്കിൽ ഹാൻഡ് പമ്പോ അല്ലെ, പുള്ളി കണ്ടിട്ടില്ലേ? നിങ്ങൾ വീട്ടില് വെള്ളം കോരാറുണ്ടോ? ഇങ്ങനെ കപ്പിയും കയറൊക്കെ ഇട്ടിട്ട് വെള്ളം കോരി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? വീട്ടില് അമ്മയോ അച്ഛനോ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? Guess again where the water in the well comes from. Does someone bring the water to your home from a tap or a well or from the river or lake some distance away? Who carries this water? How do they bring it? Say a big thank you to the people who bring you the water. എല്ലാവരുടെ വീട്ടിലും കിണറോ ഒക്കെ പൈപ്പോ ഒക്കെ ഉണ്ടാവണമെന്നൊന്നുമില്ല അല്ലെ. ഇപ്പോൾ നമ്മളെ സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ പറയുകയാണെങ്കിൽ രാജസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ മഴ കുറവായിട്ടുള്ള ഭാഗങ്ങളാണ്. അവിടെ എങ്ങനെയാണ് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എപ്പോഴും കിണറോ വെള്ളമോ ഒന്നും എല്ലാവരുടെ വീട്ടിലും അങ്ങനെ കിട്ടണം എന്നില്ല, അല്ലെങ്കിൽ കിട്ടാനുള്ള സാഹചര്യം കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും അവര്? നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കുറച്ച് ദൂരത്ത് നിന്നുള്ള റിവറിൽ നിന്നോ ഇല്ലെങ്കിൽ നിന്നോ ഒക്കെ അടുത്തുള്ള വാട്ടർ റിസോഴ്സസിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടോ ഒരു പിക്ചറിൽ കാണുന്നുണ്ടോ വെള്ളം കൊണ്ടുവരുന്നത്? കുടത്തിലോ പാത്രങ്ങളിലോ ഒക്കെ വെള്ളം ഇതുപോലെ കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലരുടെ വീട്ടിലൊക്കെ എങ്ങനെയായിരിക്കും? ലോറികൾ വഴി വെള്ളം എത്തിക്കാറുണ്ട് അല്ലെ. ഇനി നിങ്ങൾ ആര് തന്നെ ആയാലും നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നത് ആര് തന്നെ ആയാലും നിങ്ങൾ എന്ത് പറയണം? ഒരു ബിഗ് താങ്ക്സ് പറയണം അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് വെള്ളം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. വെള്ളം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ അല്ലേ. Do you get water delivered in a tanker? If yes, find out where the tankers bring water from. നിങ്ങൾക്ക് അങ്ങനെ ടാങ്കറുകളിൽ നിന്നാണ് വെള്ളം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് ചോദിക്കണം എവിടെ നിന്നാണ് ആ ടാങ്കറുകളിലേക്കുള്ള വെള്ളം എവിടെ നിന്നാണ് അവർ കളക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കണം. Does your water come from a well, river or lake near your village or city? നിങ്ങളുടെ അടുത്തുള്ള ലേക്കിൽ നിന്നോ റിവറിൽ നിന്നോ വെല്ലിൽ നിന്നോ ഒക്കെ ആയിരിക്കും അവര്
കളക്ട് ചെയ്യുന്നത്? അതൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഡു യു നോ എനിവൺ ഹു ഫേസസ് ഡിഫിക്കൽറ്റി ഇൻ ഗെറ്റിംഗ് വാട്ടർ എവറി ഡേ? നിങ്ങൾക്കുള്ള പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ ആരെങ്കിലും അറിയോ എന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ഇൻ അവർ ഡെയിലി ലൈഫ്. List all the activities you can think of for which we need water. എന്തിനൊക്കെ നമുക്ക് വെള്ളം ആവശ്യമുള്ളത്? പറയൂ. Drinking, cooking, very good, brushing, very good. പിന്നെ എന്തൊക്കെയാണ്? നമുക്ക് വാഷിംഗ് ഹാൻഡ്സ്, കൈ കഴുകാൻ അല്ലെ, വാഷിംഗ് ക്ലോത്ത്സ്, വാഷിംഗ് വെസൽസ് അല്ലെ, നമുക്ക് കുടിക്കുന്നതിനും കുക്ക് ചെയ്യുന്നതിനും പാത്രം കഴുകുന്നതിനും തുണി അലക്കുന്നതിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, സ്വിം ചെയ്യുന്നതിന് അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഹൗ മെനി ബാഗ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ടു ബ്രഷ് യുവർ ടീത്ത്? നിങ്ങൾക്ക് പല്ല് തേക്കാനായിട്ട് എത്രത്തോളം വാട്ടർ ആവശ്യമുണ്ട്? എബൌട്ട് 1 or 2 അല്ലേ, 1 or 2 ബാഗ്സ് ഓഫ് വാട്ടർ ആവശ്യമായിട്ട് വരും. അപ്പൊ പല്ല് തേക്കാൻ എത്ര ആവശ്യം എന്നല്ല, ചിലവർക്ക് ഡിഫറെന്റ് ആയിരിക്കാം, ചിലവർക്ക് 3 വരാം, 4 വരാം അല്ലെ, അത് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൗ മച്ച് വാട്ടർ ഡു യു യൂസ് ടു ടേക്ക് എ ഷവർ? ഒരു ഷവർ എടുക്കാൻ എത്രയാണ്? അതും നിങ്ങളെ യൂസ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ആയിരിക്കും. അത് എത്രയാണെന്നുണ്ടെങ്കിൽ 9 or 10 അതോ അതിൽ കൂടുതലോ മഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഴുതുക. ഓക്കെ. ഹാവ് യു എവർ ഫേസ് എ സിറ്റുവേഷൻ വെൻ യു ഡിഡ് നോട്ട് ഗെറ്റ് എനി വാട്ടർ? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ, ഒരു വെള്ളം കിട്ടാത്ത അവസ്ഥ? വാട്ട് ഡിഡ് യു ഡു ദെൻ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. സൂര്യയ്ക്കും ബർക്കയ്ക്കും ഒരു ദിവസം എന്ത് പറ്റിയാണ്? അതുപോലെ ഒരു സിറ്റുവേഷൻ വരികയാണ്. വൺ ഡേ ഇറ്റ് ഹാപ്പൻ ടു സൂര്യ ആൻഡ് ബർക്ക ടു. ഡു യു നോ വാട്ട് ദേ ഡിഡ്? അവരെന്താണ് ആ സിറ്റുവേഷൻ ചെയ്തത്, ഹാൻഡിൽ ചെയ്തത്? എങ്ങനെയാണ് അവർ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബർക്ക എന്ത് ചെയ്യാണ്? ടാപ്പ് തുറന്നു നോക്കുമ്പോ നോ വാട്ടർ ടുഡേ, വെള്ളമില്ല അല്ലേ. ഓ നോ, സൂര്യ പറയാണ്. അപ്പൊ പപ്പ എന്താ പറയുന്നത്? അച്ഛൻ എന്ത് പറയുന്നു? വി ഹാവ് സ്റ്റോർഡ് 2 buckets ഓഫ് വാട്ടർ. കണ്ടോ, 2 ബക്കറ്റ് വാട്ടർ. അച്ഛൻ പറയാണ്, ഞാൻ 2 ബക്കറ്റ് വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മള് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയണേ. ഇവിടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് അല്ലെ. ന്യൂസ് പേപ്പറിൽ എന്താണ്? വാട്ടർ അലേർട്ട്, ഒരു വാട്ടർ അലേർട്ട് ഉണ്ട്. എന്താണ്? ദ സൊസൈറ്റി പൈപ്പ് ലൈൻ ബസ്റ്റ് ടുഡേ. സൊസൈറ്റിയിലെ പൈപ്പ് ലൈൻ ബസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് വെള്ളം കിട്ടില്ല എന്നുള്ള വാർണിംഗ് പേപ്പറിലുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? അമ്മയും അച്ഛനൊക്കെ എന്ത് ചെയ്തു? വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങളും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടോ വെള്ളം? നമുക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ വരും അല്ലെ, എപ്പോഴും വെള്ളം ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരാറുണ്ട് അല്ലെ. പല തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ആസ്ക് യുവർ ഗ്രാൻഡ് പാരൻസ് ഓർ എനി എൽഡേഴ്സ്. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോടോ എൽഡേഴ്സിനോടോ ഒക്കെ ചോദിച്ച് എനിക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. How did they get water? Did they use water in the same way as you do? അവർക്ക്, നിങ്ങൾ ഗ്രാൻഡ് പാരൻസിനോടാണെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോട് നിങ്ങൾ ചോദിക്കുക, അവരെ അന്നത്തെ കാലത്ത്, അവരൊക്കെ ചെറുപ്പകാലത്തൊക്കെ എങ്ങനെയാണ് വെള്ളം കിട്ടിയിരുന്നത്, അവർക്ക് എങ്ങനെയാണ് വെള്ളം കിട്ടിയിരുന്നത്, ഇന്നത്തെ പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണോ അവർക്കും വെള്ളം കിട്ടിയിരുന്നത് എന്നൊക്കെ അന്വേഷിക്കാം. ഹൗ ഡിഡ് ദേ സ്റ്റോർ വാട്ടർ? അവര് അന്നത്തെ കാലത്ത്, അവരുടെ കാലത്ത് എങ്ങനെയാണ് വെള്ളം സ്റ്റോർ ചെയ്തിരുന്നത്? റൈറ്റ് എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് വാട്ട് യു ഫൗണ്ട് ഔട്ട്. ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അവർക്ക്, നിങ്ങൾ ഗ്രാൻഡ് പാരൻസിനോടോ എൽഡേഴ്സിനോടോ ഒക്കെ ചോദിച്ചിട്ട് അവരുടെ എങ്ങനെയാണ് വെള്ളം ഉപയോഗിച്ചിരുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് വെള്ളം കിട്ടിയിരുന്നത്, അവരെങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു ഷോർട്ട് സ്റ്റോറി എഴുതുക. When we know that we do not get water all the time, then we store it. നമുക്കറിയാം എല്ലാ സമയത്തും വെള്ളം നല്ല പോലെ കിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് സ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലേ. In some places people do not get running water
through taps and pipes in their home. They have to bring the water from a river or well. Sometimes it is delivered through water tankers and stored at home. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ് റണ്ണിങ് വാട്ടർ എല്ലാം എന്താണ് വളരെ കുറവായിരിക്കും, കിട്ടാനൊക്കെ വളരെ വിഷമായിരിക്കും, പൈപ്പ് ലൈനിലൂടെയൊക്കെ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ദൂര സ്ഥലത്തുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വെള്ളത്തിന്റെ സോഴ്സസ് ആയിട്ടുള്ള പുഴകളോ കിണറുകളോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാട്ടർ റിസോഴ്സസ് ഏതാണോ അവരെ അടുത്തുള്ള വെച്ചാൽ അതിനെ എന്ത് ചെയ്യും, അവർക്ക് ആശ്രയിക്കേണ്ടി വരും. അവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടുവേണ്ടി വരും അല്ലേ. ചില സമയത്ത് എന്തായിരിക്കും, ടാങ്കേഴ്സ് ആയിരിക്കും വെള്ളം ഡെലിവറി ചെയ്യുന്നത്. ആ വെള്ളം എന്ത് ചെയ്യാം, എപ്പോഴും വെള്ളം വന്ന് ടാങ്കേഴ്സ് നമുക്ക് തരുമൊന്നുമില്ല അല്ലെ. വെള്ളം എപ്പോഴാണോ അവർ വരുന്നത് അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മുടെ വീട്ടിൽ വലിയ വലിയ പാത്രങ്ങളിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് പലതരത്തിലുള്ള പാത്രങ്ങൾ നമ്മളെ വീട്ടിൽ ഉണ്ടാവും. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പലതരത്തിൽ പാത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ പാത്രങ്ങളാ കണ്ടിട്ടുള്ളത്? ഇവിടെ അതാ ചിത്രത്തില് കുറച്ച് പാത്രങ്ങൾ. ക്ലേ പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മണ്ണിന്റെ കുടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ക്ലേ സുരാഹി, കോപ്പർ വെസൽസ്, ബ്രാസ് പോട്ട്, സ്റ്റീൽ പോട്ട്, അലുമിനിയം, പിന്നെ പ്ലാസ്റ്റിക് ബക്കറ്റ്സുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പ്ലാസ്റ്റിക് ബോട്ടുകൾ ഉണ്ടാവും, ഗ്ലാസ് ബോട്ടിലുകൾ ഉണ്ടാവും. പിന്നെ എന്തിലൊക്കെ നമ്മൾ വെള്ളം, ഗ്ലാസ് ജാറുകളൊക്കെ ഉണ്ടായിരിക്കും. വലിയ വലിയ ഗ്ലാസ് ജാറുകളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അലുമിനിയം പാത്രങ്ങള്. ഈ കോപ്പർ ബ്രാസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? വീട്ടിലുണ്ടോന്ന് അമ്മയോടോ അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ. ക്ലേ പോട്ടുകള്, മൺപാത്രങ്ങള് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പോൾ അമ്മയോടോ അച്ഛനോടൊന്ന് കാണിച്ചു തരാൻ പറയണേ. കോപ്പർ വെസൽസും ക്ലേ പോട്ടുകളും ബ്രാസ് പോട്ടുകളും ഒക്കെ. ഓക്കെ. Many years ago, there were no pipes or taps anywhere in the world. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എന്താണ്, പൈപ്പുകളും ടാപ്പുകളും ഒന്നും അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതൊന്നും ഉപയോഗിച്ചല്ല നമുക്ക് വെള്ളം കിട്ടിയിരുന്നത്. So people learn to make containers or vessels store water. അവര് വെള്ളം സംഭരിച്ച് വെക്കാനായിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള കണ്ടെയ്നേഴ്സും വെസൽസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവര് പഠിക്കുകയാണ്. അത് അവർക്ക് ഒരു ആവശ്യമായിട്ട് മാറുകയാണ്. വെള്ളം എപ്പോഴും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഈ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവര് പോയി കണ്ടോളൂ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.